പൊളിറ്റിക്കൽ ഫോറം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും പൊളിറ്റിക്കൽ ഫോറത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നിലുമായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടായി. അദ്ദേഹം ഇടപെടുന്ന മേഖലയെക്കുറിച്ചും സമൂഹത്തിലെ മറ്റു ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് കൂടുതൽ ദേശീയ അന്തർദേശീയമായ ചില വിഷയങ്ങളുമായി അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. ഹക്കീം കുന്നിലിനെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ നമ്മുടെ ചർച്ചയിൽ താങ്കൾ പറയുകയുണ്ടായി, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്ര കണ്ടൊരു സ്വാധീനം ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ ചെലുത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട്? നിങ്ങൾ കേരളത്തിലും ഉൾപ്പെടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സജീവമായ രംഗത്തുള്ള ആളാണ്. നിങ്ങളുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണഗതി, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു മെമ്പർഷിപ്പ് മുട്ടിൻ്റെ മുകളിൽ വെച്ച് പേര് ഹക്കീം കുന്നൽ, വിലാസം പള്ളിക്കര തെക്കേക്കുന്ന് എന്ന് പറഞ്ഞ് 3 രൂപ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു മുമ്പുണ്ടായത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഞങ്ങളിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറേ കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചു. ഞാനിത് പറയാൻ കാരണം, യൂത്ത് കോൺഗ്രസിൻ്റെ അകത്ത് ആർക്കും മെമ്പർഷിപ്പ് എടുക്കാം. അതിൻ്റെ അകത്ത് പറയുന്നത് ഈ രാഷ്ട്രീയ സംഘടനയുടെ, ഈ യുവജന സംഘടനയുടെ ഭരണഘടനയുമായും ഈ രംഗത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ആശയങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുകയും മറ്റ് ഒരു സംഘടനയിൽ അംഗമല്ലാതിരിക്കുകയും ചെയ്യണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു നിബന്ധന. പക്ഷേ അംഗത്വം കിട്ടേണ്ട ഏതൊരാളും, ഞാനുൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തൊട്ട് സംഘടനാ സംവിധാനമായി നിൽക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ വരെ 35 വയസ്സിൽ താഴെയാണ് എൻ്റെ വയസ്സ് എന്ന് തെളിയിക്കുന്ന രേഖ. 2, ഹക്കീം കുന്നിൽ എന്നയാൾ പേര് മാത്രം പോരാ, അയാളുടെ ഫോട്ടോ ID പ്രൂഫ്. 3, അയാളുടെ ഒരു ഒറിജിനൽ ഫോട്ടോ, കൃത്യമായിട്ടുള്ള മേൽവിലാസം. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘടനകൾക്ക് തുടർന്ന് കാലങ്ങളിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതുള്ളൂ എന്നത് രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയേറ്റ കാലത്തെടുത്ത തീരുമാനം. ഇങ്ങനെ ഞാനൊരു വിടുവായുത്തം പറയുന്നത്, കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല. അപ്പം തമിഴ്നാട്ടിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ലക്ഷം അംഗങ്ങളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ അപേക്ഷ സമർപ്പിച്ച് ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തു. പഞ്ചാബിൽ 7 ലക്ഷം ആളുകൾ ഈ രംഗത്ത് മെമ്പർഷിപ്പ് എടുത്തു. കേരളത്തിലെ പോലെ അല്ലാതെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗുജറാത്തിലാണ് യൂത്ത് കോൺഗ്രസിന് ഏറ്റവും നല്ല മുന്നേറ്റം നടത്താൻ സാധിച്ചത്. കേരളത്തിൽ ഈ രംഗത്ത് ഞങ്ങൾക്ക് വേണ്ടത്ര മുമ്പോട്ട് കൊണ്ട് സാധിച്ചില്ല എന്ന് പറയാൻ കാരണം ഇതൊരു പുതിയ രീതിയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സമീപിച്ചപ്പോൾ ഞങ്ങൾ വളരെ തീരദേശ മേഖലയിൽ സ്വാധീനം താരതമ്യേന കുറവുള്ള ഒരു സംഘടനയാണ്. കൂടുതലും കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ അടിസ്ഥാന വർഗ്ഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ നടന്ന ഒരു സംഘടനയുടെ പിന്തുടർച്ചയുള്ള ആളുകൾ, വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരിച്ചറിയൽ രേഖ, അതിപ്പോൾ ആരും ഒറിജിനൽ തരില്ല. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ പാർട്ടി, ഞങ്ങളുടെ സംഘടനകൾക്ക് കൂടുതലും നിത്യേന അന്നെന്നുള്ള ചെലവിനുള്ള പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ തിരിച്ചറിയൽ രേഖ കിട്ടില്ല, ഇത് കിട്ടിയാൽ ഏജ് പ്രൂഫ് കിട്ടില്ല. അപ്പം അങ്ങനെ കർശനമായ ഒരു നിയന്ത്രണം ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനമൊക്കെ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ രീതിയിൽ പോകുമ്പോൾ എത്രത്തോളം ഒരു ജനകീയമാണ്, ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അങ്ങനെ പ്രത്യേക ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നുണ്ട്? അങ്ങനെയല്ല. ഇത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, ചെറുപ്പക്കാർ വഴിവിട്ട് പോകുന്ന സാഹചര്യത്തിലാണ് രാജ്യം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആളുകൾ, എണ്ണമല്ല വിഷയം. എണ്ണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ ചെറിയ ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് കേരളത്തിലെ ഗവൺമെൻറ്റുകൾ മാറി വരുന്നത്. കേരളത്തിൽ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ വർഗീയ ഭൂരിപക്ഷത്തോട് കൂടി ജയിച്ച ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുകയോ അല്ലെങ്കിൽ അംഗങ്ങളുടെ സംഖ്യ പെരുപ്പിച്ച് കാണിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയോ ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ സമയത്ത്. ഉള്ളവരാരായിക്കോട്ടെ, ആ ഉള്ള ആളുകളെക്കുറിച്ച്, ഈ രംഗത്തുള്ള ആളുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന് വേണം എന്ന് ഞങ്ങളുടെ നേതൃത്വം നിഷ്കർഷിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കും. ഞാനിതിനൊരു അപവാദം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞില്ല. കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ അംഗസംഖ്യ 45 ലക്ഷം എന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടന KSTA എന്നാണ് അവർ അവകാശപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന SFI ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്.
നമുക്കറിയാം 45 ലക്ഷം അംഗങ്ങൾ ഡിവൈഎഫ്ഐക്ക് മാത്രം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒരു മുന്നണിക്ക് കിട്ടുന്ന വോട്ട് 49 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം. 1 കോടി 1.25 കോടി വോട്ടർമാരാണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്. അതിൽ 2 മുന്നണി കൂടാതെ BJP സ്വതന്ത്ര കക്ഷികളൊക്കെ കൂടി 1 കോടി 1.25 കോടി വോട്ടർമാരാണ്. 45 ലക്ഷം ആളുകൾ ഡിവൈഎഫ്ഐക്ക് മാത്രം ഉണ്ടെങ്കിൽ KST മാറ്റി നിർത്തട്ടെ, അവരുടെ അവകാശം ഏഷ്യയിൽ ഒന്നാമത്തത്, SFIയുടെ അവകാശം രാജ്യത്തെ ഒന്നാമത്തത്. അങ്ങനെ വരുമ്പോൾ കാലങ്ങളായി ആ ഒരു മുന്നണിക്കല്ല, ഒരു പാർട്ടിക്ക് തന്നെ ഭരണം കിട്ടേണ്ടതാണ്. അവർ പറയുന്ന കണക്ക് ശരിയല്ല എന്ന് ഈ വസ്തുതകൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 കക്ഷികൾ തമ്മിൽ മെമ്പർഷിപ്പ് ചേർക്കുന്ന രീതി, ഇപ്പോൾ ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷ യുവജന സംഘടനകൾ ഓൺലൈനിൽ കൂടെയും അപേക്ഷ ഫോറം വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ അത് എത്ര കണ്ടൊരു ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ, അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊക്കെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ അറിയാത്ത എൻ്റെ പഞ്ചായത്തിലെ എൻ്റെ തൊട്ടടുത്ത വാർഡിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം കാസർഗോഡ് മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന സ്ഥലത്ത് ഇവൻ അവിടെ കണ്ടു. ഞാൻ ചോദിച്ചു, എൻ്റെ സുഹൃത്തെ നിങ്ങൾ എന്താ ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചു. ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല ആവശ്യങ്ങൾക്കും ആ സുഹൃത്ത് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാനും ആ സുഹൃത്തും വളരെ നല്ല ആത്മബന്ധത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. ഇടയ്ക്കിടെ ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ മെമ്പർഷിപ്പ് ആ സുഹൃത്ത് എടുത്തത് ഓൺലൈനിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഫോർമാലിറ്റീസും കീപ്പ് ചെയ്തുകൊണ്ടാണ്. അത് തെറ്റാണെന്ന് എങ്ങനെയാ പറയുക? കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിലേക്ക് തന്നെ രാഹുൽ ഗാന്ധിയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രതിഭയുടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തുകയുണ്ടായി. ഓക്കെ, അതിനുശേഷം നേതാക്കളൊക്കെ അത് നോമിനേറ്റ് ചെയ്യുകയും ശരിക്കും ഒരു PSCയിലേക്കോ അല്ലെങ്കിൽ മറ്റു പല ജോലിക്കോ കിട്ടുന്ന ഒരു ഇന്റർവ്യൂ അതിനുവേണ്ടി തയ്യാറെടുക്കുക, അതിനുവേണ്ടി ചിലരായിട്ട് വലിയ കോച്ചിങ്ങിനൊക്കെ പോവുക, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ വരുന്ന സമയത്ത് അത് രാഷ്ട്രീയം ശരിക്കും ഒരു തൊഴിൽ, ഒരു ജോലിയായിട്ട് ഈ സംഘടനാ പ്രവർത്തനം മാറിപ്പോകുന്നുണ്ടോ? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആളാണ്. ഞാൻ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ട്രഷററായിരുന്നു, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ASU ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, 4 തവണ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ രീതിയിലാണ് ഏറെക്കുറെ വന്നത്. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു പരാതിക്ക് ഒരു അടിസ്ഥാനം കാണില്ല. ഒരു തൊഴിലിനെ പോലെ പ്രതിഭാനിർണയം നടത്തി ഇതിൻ്റെ അകത്ത് ആരെയും കടന്നു വന്നായിരിക്കും. അങ്ങനെ പുതുതായി ഒരാൾ കടന്നു വരുന്നതെന്ന് ഒരു ടെസ്റ്റ് എടുത്തിരിക്കുന്നു എന്നർത്ഥത്തിലല്ല പറഞ്ഞത്. ഇല്ല, നേതാക്കൾ തന്നെ മറ്റ് സംഘടനകൾ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ യുവജന സംഘടനകളും സമ്മേളനങ്ങൾ നടത്തി അതിലൊക്കെ ഒരു തീരുമാനിച്ച് നേതാക്കളൊക്കെ വരുന്നതിൽ വിപരീതമായിക്കൊണ്ട് ഇങ്ങനൊരു ചിത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ കാണുന്നത്. അപ്പൊ അതിനുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിരീക്ഷണം പറഞ്ഞത്. ഞങ്ങളെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തില് നമ്മളൊക്കെ ഈ രംഗത്ത് കുറച്ച് കാലം നിൽക്കുന്നതാണ്, വളരെ വലിയൊരു പാരമ്പര്യമൊന്നുള്ള ആളുകളല്ല. ഈ രംഗത്ത് ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ഞങ്ങളല്ലാത്ത നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച സംഘടനകൾ, യുവജന സംഘടനകൾ ഏതെങ്കിലും ഒന്നും കൃത്യമായി നടന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. DYFI അവർ CPMന്റെ ഫ്രാക്ഷൻ കമ്മിറ്റി ചേർന്നിട്ടാണ് ഭാരവാഹികളെ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന അഖിലേന്ത്യാ BJPയുടെ ദേശീയ കൗൺസിൽ ചേർന്നിട്ടാണ് ഹിമാചൽ പ്രദേശിലുള്ള മുഖ്യമന്ത്രിയുടെ മകനെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഇത് ഈ രീതി മറ്റു പാർട്ടികളിലും ഉണ്ട്. നേരെ മറിച്ച് ഞങ്ങളിൽ അതല്ല. ഇപ്പോഴത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടന്നു. അവിടെ ഇലക്ഷൻ നടന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയാണ്. 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും നിങ്ങളോട് മത്സരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒരാഴ്ച മുമ്പ് നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ കൊടുത്താൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കല്ലാത്ത ചിഹ്നങ്ങൾ, ഇപ്പൊ കൈപ്പത്തി, താമര അതുപോലെ അല്ലാത്ത ചിഹ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും തരും. എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും അതിൻ്റെ അകത്ത് വോട്ട് ചെയ്ത് ബാലറ്റ് പെട്ടിക്കകത്ത് നിക്ഷേപിച്ചതിന് ശേഷം ആ വോട്ട് എണ്ണിയിട്ടാണ് ഞങ്ങളുടെ ഭാരവാഹികൾ തെരഞ്ഞെടുക്കുന്നത്. ഇത് ജില്ലാ കമ്മിറ്റിക്കല്ല, ബൂത്ത് പ്രസിഡന്റ് മുതൽ കേരളത്തിലെ 1000-ഓളം വരുന്ന പഞ്ചായത്തുകൾ ഈ തരത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ സംഘടനക്കകത്തല്ലാത്ത മറ്റൊരു സംഘടനക്കകത്ത് ഈ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. KSUവിന്റെ പുതിയ കമ്മിറ്റി വന്നു. കാസർഗോഡ് ജില്ലയിലെ 18 അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും സ്വാശ്രയ രംഗത്ത് പഠിക്കുന്ന കുട്ടികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലറ്റ് പെട്ടിയിൽ വോട്ട് നിക്ഷേപിച്ച് ആ വോട്ട് എണ്ണിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിൽ KSU ജില്ലാ ഭാരവാഹികളെയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുത്ത്. യൂണിറ്റ് കമ്മിറ്റിയെ പോലും ഇത്ര സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റിയ മറ്റൊരു സംഘടന നിലവിലില്ല. ഇത് ഞങ്ങളുടെ അവകാശവാദമല്ല. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്.